പ്രിയമുള്ളവരെ, ഞാൻ CR ദാസ്, കുട്ടികളുടെ കൂട്ടുകാരനാണ്, വയോജനങ്ങളുടെയും. ഞാൻ ഇന്ന് ലോക വയോജന ദിനത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒക്ടോബർ 1 ലോക വയോജന ദിനമായി ആചരിക്കുന്നത്. വയോജനങ്ങൾ ഇപ്പോഴും ധാരാളം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുണ്ട് എന്നെനിക്കറിയാം. നമ്മുടെ വയോജനങ്ങൾക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ കുട്ടികളും ഇതുപോലെ ദാരിദ്ര്യവും പട്ടിണിയും നിരക്ഷരതയും ഒക്കെ മൂലം വിഷമിക്കുന്നുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും ശരി, കുട്ടികളോടൊപ്പം, നാളത്തെ നേതാക്കളായ കുട്ടികളോടൊപ്പം വയോജനങ്ങൾക്കും ക്രിയാത്മകമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർ ഇന്നലകളെപ്പറ്റി ഓർത്തുകൊണ്ട് അവരുടെ കേവലം വർഷങ്ങൾ കൊണ്ടുള്ള വളർച്ചയെ മാത്രം കണക്കാക്കാതെ ജൈവികമായ വളർച്ചയെ സംബന്ധിച്ചും പഠിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ അനുഭവങ്ങളാണ് ജീവിതം നമ്മുടെ വയോജനങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്തായാലും ശരി, രോഗവും അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥതകളും വയോജനങ്ങൾക്കുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയുണ്ടെങ്കിലും അതിനെയെല്ലാം സ്വന്തം കുടുംബത്തിൻ്റെ മാത്രമല്ല, രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 1 വയോജന ദിനം, ലോക വയോജന ദിനം ആചരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ വയോജനങ്ങൾ അവരുടെ മാനസികമായ നിലപാടുകളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. വയോജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായി ചിന്തിക്കണമെന്നാണ്. നിങ്ങൾ ഉറക്കെ ചിരിക്കണമെന്നാണ്. ഇന്നലകളെപ്പറ്റി ഓർക്കണമെന്നാണ്. ജനങ്ങളുമായി ബന്ധപ്പെടണമെന്നാണ്. മരണത്തെ ഭയക്കാതിരിക്കണമെന്നാണ്. ധാരാളം യാത്ര ചെയ്യൂ. ഞാനൊരു യാത്രികനാണ്. ലോകത്തിലെ കുട്ടികളെ കണ്ടു പഠിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിലെ കുട്ടികളെ കണ്ട് ഞാൻ 10 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അധികം പുസ്തകങ്ങൾ, 100-ലധികം പുസ്തകങ്ങൾ കുട്ടികൾക്കായി എഴുതിയിട്ടുണ്ടെങ്കിലും വാർദ്ധക്യം വസന്തം എന്ന പുസ്തകം കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് കുട്ടികളോടൊത്ത് കളിക്കാം. അങ്ങനെ വാർദ്ധക്യം വസന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വാർദ്ധക്യത്തെ വസന്തമാക്കാൻ ഈ വയോജന ദിനത്തിൽ നമുക്ക് എന്തൊക്കെ ചിന്തിക്കാൻ കഴിയും. എനിക്കൊരു കാര്യം ഉറപ്പാണ്, കുട്ടികളുമായി കൂട്ടുകൂടുമ്പോൾ, കുട്ടികളുടെ വളർച്ചയിൽ പങ്കെടുക്കുമ്പോൾ, അവർക്ക് വേണ്ടി എഴുതുമ്പോൾ, അവരുമായി സംവദിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വയസ്സനാണ് എന്ന തോന്നൽ നമുക്ക് ഇല്ലാതെയാകുന്നു എന്ന് സത്യമാണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം അറിവ് നേടുകയും ധാരാളം പ്രവർത്തിക്കുകയും ലോകത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് വാർദ്ധക്യം വസന്തമാക്കാൻ സഹായിക്കും. എന്തൊക്കെയായാലും ശരി, എൻ്റെ കൂട്ടുകാരി ഉത്തര നിങ്ങൾക്കായി അവളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും പറ്റി 4 വരി കവിതകൾ ആലപിച്ചു തരും. നന്ദി. മുത്തശ്ശനെയും മുത്തശ്ശിയെയും കുറിച്ച് എനിക്കും പറയാനുണ്ട്, കേൾക്കണോ?